നെക്സ്റ്റ് വരുന്നത് ഫോളോ അപ്പ് കോൾസ് ആണ്. നിങ്ങൾക്കറിയാം, ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സെയിൽസ് പേഴ്സൺസ് നമ്മളെ വിളിക്കാറുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു ടി വി വാങ്ങി, അല്ലെങ്കിൽ ഫ്രിഡ്ജ് വാങ്ങി, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങി, അപ്പോൾ അതിൻ്റെ സർവീസായോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയുണ്ട്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് സെയിൽസ് പേഴ്സൺസിന് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു കമ്പനീൻ്റെ എന്ത് വരും, ഫോണ് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോളോ അപ്പ് കോൾസ് എന്ന് പറയുന്നത്. ഫോളോ അപ്പ് കോൾസ് എപ്പോഴാണ് വരുന്നത്, ആഫ്റ്റർ ദ സെയിലാണ്. സെയിൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഫോളോ അപ്പ് കോൾസ് വരുന്നത്. ഇതിൽ കാര്യമായിട്ട് പറയുന്നത്, ഈ ഒരു ഫോളോ അപ്പ് സെയിൽസ് കോൾ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറിനെ കണ്ടു. പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താ, കസ്റ്റമർക്ക് നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള ഒരു കസ്റ്റമറിനെ നമ്മൾ കണ്ടെത്തി അല്ലേ. ആ കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ എൻക്വയറി നടത്തിയിട്ട് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ എൻക്വയറി നടത്തിയതിൻ്റെ പിറ്റേന്ന് മുതൽ അയാൾ എപ്പോൾ വാങ്ങും, വാങ്ങാൻ തയ്യാറാണോ, പൈസ റെഡിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് എ ഫോൺ കോൾ ബിറ്റ്വീൻ എ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് എ പൊട്ടൻഷ്യൽ കസ്റ്റമർ. പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളെ കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ള കസ്റ്റമറിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറയുന്നത്. ദാറ്റ് ഹാപ്പൻസ് ആഫ്റ്റർ ദെയർ ഫസ്റ്റ് കോൺടാക്റ്റ്. അതായത് ഫസ്റ്റ് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഏത് വരുന്നത്, ഈ ഒരു ഫോളോ അപ്പ് കോൾസ് വരുന്നത്. ഇൻ ദിസ് കോൾ ദ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എൻകറേജ് ദ കസ്റ്റമർ ടു മേക്ക് എ പർച്ചേസ്. അപ്പോൾ ഈ കോളിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മാക്സിമം എൻകറേജ് ചെയ്യുന്ന കോൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോളോ അപ്പ് കോൾസ്. രണ്ട് രീതിയിൽ ഫോളോ അപ്പ് കോൾസ് വരും. ഇവിടെ ഇപ്പോൾ സെയിൽസ് മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ സെയിൽസിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യിപ്പിക്കുന്നത്, കോൾ ചെയ്യിപ്പിക്കുന്നത്. സാധാരണ രീതിയിൽ നമുക്കല്ലാതെ ആഫ്റ്റർ സെയിൽസ് ഫോളോ അപ്പ് കോൾസും വരാറുണ്ട്. ഇനി വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ഫോളോ അപ്പ് കോൾ, അതായത് കണ്ടിന്യൂയിങ് ദ കോൺവെർസേഷൻ. ഈ കോൺവെർസേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ കോൺവെർസേഷൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ വേറെ പ്രോഡക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. ഇനി അഡ്രസ്സിങ് കൺസേൺസ് ആണ്. അതായത് അവരുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അവരുടെ ഇഷ്യൂ എന്തൊക്കെയാണ്, അവർക്ക് ഏത് ടൈപ്പാണ് വേണ്ടത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും. അവർക്ക് പല ക്വറീസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്രസ്സിങ് കൺസേൺസ് എന്ന് പറയുന്നത്. ദെൻ പ്രൊവൈഡിങ് അഡീഷണൽ ഇൻഫർമേഷൻ. എന്താണ് പ്രോഡക്റ്റ്, അതിൻ്റെ സർവീസ് എങ്ങനെ വരും, അതിൻ്റെ പ്രപ്പോസൽ എങ്ങനെയാണ്, അതിൻ്റെ കളർ എങ്ങനെ വരും, ക്വാളിറ്റി എങ്ങനെ വരും, ആ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം അഡീഷണൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ മെയിൻറ്റെയിനിങ് മൊമെൻറ്റം. അതായത് ഫോളോ അപ്പ് കോൾസ് ഹെൽപ്പ് എൻഷുർ ദാറ്റ് ഇനീഷ്യൽ ഇൻട്രാക്ഷൻ ഡസ് നോട്ട് ഫെയ്ഡ് ഇൻ ടു നത്തിങ്ലെസ് ആൻഡ് കീപ് ദ റിലേഷൻ മൂവിങ് ഫോർവേഡ്. അതായത് ആ ഒരു അന്ന് കണ്ട് ഇയാൾക്ക് മറന്നുപോയില്ല, ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട് എന്നുള്ളൊരു ഇത് ആരുടെ മനസ്സിലുണ്ടായിരിക്കണം, കസ്റ്റമറിൻ്റെ മനസ്സിലുണ്ടാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഫോളോ അപ്പ് കോൾസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ദെൻ ഷോ കേസിങ് റിലയബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. അതായത് അത്രയും റിലയബിളാണ്, അല്ലെങ്കിൽ അത്രയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തു നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു കസ്റ്റമറിൻ്റെ മനസ്സിൽ ആ ഒരു ട്രസ്റ്റ് വളർത്താൻ കൂടി സഹായിക്കും, ഈ ഒരു ഫോളോ അപ്പ് കോള് സഹായിക്കും. ഇനി ഫോളോ അപ്പ് കോൾസിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സാണ് എടുക്കേണ്ടത്, അതായത് വെറുതെ അങ്ങോട്ട് കോൾ ചെയ്യല്ല കസ്റ്റമേഴ്സിന് വേണ്ടത്, നമുക്കതിലൊരു പ്രീ പ്ലാൻ വേണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് വൺ, കോണ്ടാക്റ്റ് ലീഡ്സ് ക്വിക്ക്ലി ആണ്. അതായത് കോണ്ടാക്റ്റ് ലീഡ്സ് ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിനെ കണ്ടു, നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അയാളോട് നമ്മൾ പ്രോഡക്റ്റിനെ പറ്റി പറയുന്നു, ഫീച്ചേഴ്സ് പറയുന്നു, പ്രൈസ് പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വിതിൻ ആൻ അവർ ആഫ്റ്റർ ഇനീഷ്യൽ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കസ്റ്റമറിനെ നമ്മൾ അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ, ജസ്റ്റ് ഒന്ന് സാറിനല്ലേ ഒക്കെ നോക്കിയിട്ട് ഒന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരോട് നമുക്കൊരു ഇമെയിൽ അഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടോ ഓൾറെഡി, അപ്പോൾ അവർക്കൊരു ഇമെയിൽ അയക്കാം. അവരുടെ സംസാരത്തിന് ശേഷം നമ്മളൊരു ഇമെയിൽ അയക്കുന്നു. ദെൻ അവരെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടാക്റ്റ് ലീഡ്സ്. അതായത് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദെൻ നെക്സ്റ്റ്, പ്രിപ്പയർ ഫോർ യുവർ കോളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അവരോട് കസ്റ്റമേഴ്സിനോട് നമ്മൾ ചോദിക്കണം. ഈ കാര്യം ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇനീഷ്യൽ കോൾസിന് ശേഷം യു മൈറ്റ് ഹാവ് ആസ്ക്ഡ് ദ കസ്റ്റമർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദെയർ നീഡ്സ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ടു ഐഡൻറ്റിഫൈ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ദം. ഏതൊക്കെ ഏരിയയിലാണ് അവർ ഇൻട്രസ്റ്റ്. ഇപ്പോൾ കാറാണെങ്കിൽ തന്നെ എന്ത് ടൈപ്പാണ്, ഡീസലാണോ പെട്രോളാണോ അവർക്ക് ആവശ്യം ഉണ്ടാവുക, അല്ലെങ്കിൽ എത്ര സീറ്റ് വേണം, അല്ലെങ്കിൽ ഏത് കളറാണ് വേണ്ടത്, എങ്ങനത്തെയാണ് വേണ്ടത്, ചെറുത് വേണോ വലുത് വേണോ ബിഗ് സൈസ് വേണോ, അവരുടെ ബഡ്ജറ്റ് എത്രയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചോദ്യങ്ങളായിട്ട് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അവരെ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചതാണ്, ഇത്ര ഇങ്ങനെ സാറ് ഇനിയിപ്പോൾ മാറ്റമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അവരെ വിളിച്ച് കോൾ ചെയ്യണം.
നെക്സ്റ്റ് അതിൽ വരുന്നത് ചൂസ് സ്ട്രാറ്റജിക് കോൾ ടൈംസ് ആണ്. അതായത് ഒരു സ്ട്രാറ്റജിക് കോൾ ടൈംസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതായത് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ക്രിട്ടിക്കൽ ടൈംസ് ക്യാൻ ഇൻക്രീസ് ദ ഓഡ്സ് ദാറ്റ് യു സ്പീക്ക് ടു എ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വർക്കിംഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ ആവുന്ന സമയത്ത് അവർക്കിപ്പോൾ എന്താ പറയുക ജോലീൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ നമ്മളെന്തായാലും അവരുടെ ഡീറ്റെയിൽസ് ആദ്യം എടുത്ത് വെക്കും. അപ്പോൾ വർക്കിംഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ ആവുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആയിരിക്കും. അതല്ലാണ്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ളവർക്ക് അവർക്ക് ബിസിനസ് ടൈം ആയിരിക്കും കുറച്ചും കൂടി ഈ കോളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ജോബിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ കോൾ എപ്പോൾ ചെയ്യണം എന്നുള്ളത് ആദ്യം തന്നെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യണം. അതിനെയാണ് നമ്മൾ ചൂസ് സ്ട്രാറ്റജിക് കോൾ ടൈംസ് എന്ന് പറയുന്നത്. ദെൻ സപ്ലിമെൻറ്റ് ഫോൺ കോൾസ് വിത്ത് മെസ്സേജ്. അപ്പോൾ വെറും ഫോൺ കോൾസ് മാത്രമല്ല, ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിന് സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ അവർക്ക് ഒരു വോയിസ് മെയിൽ അയക്കാം, നമുക്കൊരു മെസ്സേജ് ലീവ് ചെയ്യാം അല്ലേ. ഇതൊക്കെ നമുക്ക് അതിനോട് കൂടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ദെൻ ബിഗിൻ വിത്ത് എ സമ്മറി. ആ ബിഗിൻ വിത്ത് എ സമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്ത് അപ്പം തന്നെ നമ്മൾ കാറിൻ്റെ കാര്യങ്ങളോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നല്ല ചോദിക്കാം. നമ്മൾ ആദ്യം തന്നെ പറയും, സർ ഞാൻ ഇവിടുന്ന് ഈ ഒരു കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്, നമ്മൾ ഓൾറെഡി നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാർ ഇങ്ങനെ ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിനെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു സമ്മറി വെച്ചിട്ട് വേണം അവരെന്ത് ചെയ്യാൻ, റിമൈൻഡ് ദം ഓഫ് ദ പോയിൻറ്റ്സ് യു ഡിസ്കസ്ഡ് ഇൻ യുവർ ഡിസ്കവറി കോൾ വിത്ത് ദം. അതായത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഡിസ്കസ് ചെയ്തത് അത് ഒന്നും കൂടി അവരെ ഓർമ്മിപ്പിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഒരു കോള് തുടങ്ങാൻ. ദെൻ അതിൽ ആഡ് വാല്യൂ ടു ദ കോൺവെർസേഷനാണ്. അതായത് നമ്മളെപ്പോഴും കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് വാല്യൂ കൊടുത്തുകൊണ്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന്, അതായത് കസ്റ്റമർ ഈസ് ദ കിങ് അല്ലേ, അപ്പോൾ അതുപോലെയാണ് നമ്മൾ വാല്യൂ കൊടുത്തിട്ട് വേണം മാക്സിമം ഈ കോൺവെർസേഷൻ. അതായത് ട്രൈ ടു ആഡ് വാല്യബിൾ ഇൻഫർമേഷൻ ടു കീപ് ദം ഇൻട്രസ്റ്റഡ് ഇൻ യുവർ കമ്പനീസ് പ്രോഡക്റ്റ്. അപ്പം നമ്മളുടെ കമ്പനീസിൽ എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അഡീഷണൽ ആയിട്ടുള്ളത്, മറ്റ് കമ്പനീസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഞങ്ങൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യണം, ഓഫർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഓഫർ ചെയ്യേണ്ടതാണ് ഡിസ്കൗണ്ട്. അപ്പോൾ ഒരു കാറ് വാങ്ങിക്കുകയാണെങ്കിൽ ഇന്ന സാധനങ്ങൾ സമ്മാനങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ ഇത്ര ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളുടെ കോൺവെർസേഷൻസ്. ദെൻ ഓവർകം ഒബ്ജെക്ഷൻസ് ആണ്. വാട്ട് ആർ ദ ഒബ്ജെക്ഷൻസ്? ഇപ്പോൾ കസ്റ്റമറിനെ നമ്മൾ വിളിക്കുന്ന സമയത്തായിരിക്കും കസ്റ്റമർ പറയുന്നത് പൈസയൊന്നും റെഡി ആയിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി സർവീസ് ലെവൽ നല്ല ഒരു കമ്പനീനെയാണ് ഞങ്ങൾ നോക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ഒബ്ജെക്ഷൻസ് ആണ്. അവരുടെ എന്താ പറയുക, ഒബ്ജെക്ഷൻസ് വരുന്ന സമയത്ത് ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ ആർക്ക് പറ്റണം, സെയിൽസ്മാന് പറ്റണം അല്ലേ. അവരിങ്ങനെ പറയും, സർ പൈസ അല്ലെങ്കിൽ നമുക്ക് EMI ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൊത്തമുള്ള പൈസ ഇപ്പം അടയ്ക്കണ്ട എന്നുള്ള രീതിയിലായിരിക്കും അവർ സംസാരിക്കുക. അവർ നമ്മളെ വിടയില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമറിൻ്റെ ഒബ്ജെക്ഷൻസ് ഓവർകം ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു ഫോളോ അപ്പ് കോൾ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഇൻക്ലൂഡ് എ ക്ലിയർ കോൾ ടു ആക്ഷൻ. നമ്മൾ വെറുതെ വിളിച്ചാൽ പോരാ, നമ്മളുടെ ആക്ഷനിലേക്കുള്ള കോളായിരിക്കണം. അപ്പോൾ അതിനെയാണ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, അവരോട് പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യിച്ചിട്ട് ആ ഒരു നമ്മളുടെ കോൾ എന്ന് പറയുന്നത് ആക്ഷനിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഫോളോ അപ്പ് കോൾസ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഫോളോ അപ്പിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ.